ഗൈസ്, വെൽക്കം ബാക്ക് ടു റൈഗൂസ് വ്ലോഗ്. അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. ട്രിപ്പ് പോവാണ്. അതെ, ഞങ്ങൾ വാഗമൺ ട്രിപ്പ് പോവാണ്. ഇപ്പോൾ മോർണിംഗ് 4 മണിയായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാന്നിട്ടൊരു മൈൻഡോടെ ഉണ്ടായിരുന്നാണ്. പിന്നെ ഇന്ന് ഞങ്ങളുടെ കൂടെ വിഷ്ണു സുബ്രഹ്മണ്യം കൂടെ വരുന്നുണ്ട്. ബാക്കി വിശേഷങ്ങൾ കാറിൽ വെച്ച് കാണാം. യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ വിഷ്ണു? വിഷ്ണു ഒരു ഇതുമില്ലാതെ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു സമയം 4 മണിയൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഒരു നല്ല ഇരുട്ടാണ്. അപ്പം നമ്മൾ ഏകദേശം തൃശ്ശൂരൊക്കെ എത്താറായി തുടങ്ങി. ടോളുണ്ട്. അപ്പം നമ്മളുടെ അടുത്ത് ഫാസ്റ്റ് ട്രാക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 150 രൂപ കൊടുത്തിട്ടാണ് പോയത്. തിരിച്ചു വരുമ്പോൾ അതുപോലെ തന്നെ 150 രൂപ നമുക്ക് പേ ചെയ്യണം, ഫാസ്റ്റ് ട്രാക്ക് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചു. അപ്പോഴാണ് ഐഗു നീറ്റ് കേട്ടോ. ബാക്കിൽ നിന്നപ്പോൾ ഐഗു നീറ്റിരിക്കുകയാണ്. ഞാനും സുബിയും ബാക്കിലുണ്ട്. അങ്ങനെ ഐഗു എത്തി നോക്കി നേരെ നമ്മൾ ഇടുക്കി ജില്ലയിലെത്തി. റോട്ടിലിങ്ങനെ റംബൂട്ടാൻ കിടക്കുന്നിട്ട് നോക്കിയതാണ്. അപ്പൊ നിറച്ച് റംബൂട്ടാൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ഇറങ്ങി ഇതാ അത് റംബൂട്ടാൻ നോക്കി ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സൂപ്പർ സീനറി കണ്ടത്. സുബിത ചാടി ചാടി പോണ്ട്. അടിപൊളി വെള്ളച്ചാട്ടം. ഐഗൂസ് നല്ല ഉറക്കത്തിൽ ഇപ്പണ്ട് നേരിട്ടുള്ള ഐഗു. ഞങ്ങൾ ഈ വഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതിപ്പോ. ഇതാ റംബൂട്ടാന്റെ മരം. സൂപ്പർ ഒരു അഡ്വഞ്ചർ ആയിട്ടൊരു എന്റെ അമ്മോ, അടിപൊളി വ്യൂ. ഈ വ്ലോഗിലേക്ക് നല്ല അടിപൊളിയാണല്ലേ. ആ, ഞങ്ങളൊരു ഹിഡൻ സ്പോട്ട് ഞങ്ങക്ക് കിട്ടിയതാണ് വരുന്ന വഴിക്ക്. എനിക്ക് റംബൂട്ടാൻ കണ്ട് നിർത്തിയപ്പോ കണ്ട നല്ലൊരു അടിപൊളി കാഴ്ച വരുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ റംബൂട്ടാനൊക്കെ കടിച്ചാര ഇട്ടിരിക്കുന്നു. ഇതാ പച്ച റംബൂട്ടാൻ. ഓ, നല്ല റംബൂട്ടാൻ. ഫുഡ് അല്ല, എങ്ങനെയുണ്ട് ഫുഡ്? ഐഗു ദോശ ചേട്ടാ. ഫുഡ് നല്ല മസാല ദോശ, അപ്പം. ഈ കുട്ടി ഒന്നും കഴിക്കാതെ കുട്ടിയാട്ടത്. അപ്പൊ എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? നല്ല റിവ്യൂ ഉള്ള. അപ്പൊ അതാണ് ഫുഡ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് പോണത് മലങ്കര ഡാം. മലങ്കര ഡാമാണിത്. മലങ്കര ഡാമാണ് ഫസ്റ്റ് പോണത്. ഷട്ടിൽ ടു ബേക്കറുണ്ട്. അങ്ങനെ മലങ്കര ഡാമിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മെയിൻ ഗേറ്റ് കയറി ഉള്ളിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നല്ല കൈതച്ചക്കട തോട്ടം നല്ല ഉണ്ട് അവിടെ റൈറ്റ് സൈഡില്. പിന്നെ ആ ദൂരെ കാണുന്നതാണ് ഒരു മലങ്കര ഡാമിന്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു നമ്മുടെ കൗണ്ടറിന്റെ ഒരു സൈഡിലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പതാ ഞങ്ങൾ മലങ്കര ഡാം ഒന്ന് കാണാൻ വേണ്ടിയതാണ്. അപ്പൊ ഇങ്ങനെയാണ് മലങ്കര ഡാമിന്റെ കടത്തിന്. ഒരു പേർക്ക് 20 വരും. പിന്നെ കാർ പാർക്കിന് 10 കൂടിയിട്ട് ഞങ്ങൾക്ക് 90 രൂപ. അപ്പൊ ഞങ്ങള് മലങ്കര ഡാമില് ഉള്ളിലേക്കല്ല വണ്ടി പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. നമ്മള് കറക്റ്റ് 9:05 വർക്കിംഗ് ടൈം പറഞ്ഞിട്ട് പോകും. അപ്പൊ ഞങ്ങളതാ അപ്പൊ ഡാം കാണാൻ ഞങ്ങള് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു ഐഗു ഏതാ ഇത് വ്യൂസ് ആണെന്നുള്ള. അടിപൊളി വ്യൂ പോയിന്റ്സ് ആണ്. വെള്ളച്ചാട്ടമാണ് കണ്ടത്. വെള്ളച്ചാട്ടം
ഹായ് പറ. ഹായ് ഹായ് ഹായ്. ഇതാ ഡാം. നടക്കാൻ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ മക്കളെ. നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലുണ്ട്. ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ ചെറിയ സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലായ കാരണം ഇരിക്കാൻ തോന്നുന്നില്ല. അതാണ് എൻ്റെ ഒരു ഗുണം. അങ്ങനെ ഓ ഞങ്ങളങ്ങനെ ഒരൊട്ടം കൂടി. അങ്ങനെ ഞങ്ങള് മലങ്കര ഡാം കണ്ട് ഞങ്ങള് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഈഗോടെ ഭയങ്കര പരിപാടിയിലാണ്. അങ്ങനെ വാഗമൺ പോണ വഴിക്ക് ഞങ്ങൾ വെള്ളച്ചാട്ടം കണ്ടു. അപ്പോ നല്ല ഹൈറ്റിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടം, നല്ല തൊട്ടടുത്ത് വേറൊരു ചെറുതുണ്ട്. അപ്പൊ ഞങ്ങളങ്ങനെ അവിടെ സൈഡാക്കി നല്ലൊരു അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഞങ്ങൾ പോണ വഴിക്ക് കിട്ടിയത്. അറിയില്ല, മൂലമെട്ടുന്ന് കുറച്ച് 10 കിലോമീറ്റർ നീങ്ങി. അതെ. അപ്പൊ ഇത് ഞങ്ങള് വന്നപ്പോ ആരുണ്ടാവില്ല. ഇപ്പൊ ആ മനോഹരമായ വെള്ളച്ചാട്ടം സൂപ്പർ നല്ലത്. അയ്യോ ഞാൻ ജ്യൂസ് കുടിക്കാൻ വന്നാ പറഞ്ഞല്ലോ. അയ്യോ പറയടാ, ജ്യൂസ് കുടിക്കാൻ വന്നാ പറഞ്ഞല്ലോ. ഒന്നും ചെയ്തി ഞങ്ങളങ്ങനെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി നല്ല സൂപ്പർ ഒരു നല്ല സുഖിയൊരു പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ പറഞ്ഞിരിക്കണേ. അപ്പൊ ഞങ്ങള് റംബൂട്ടാൻ ഒരു ഫാമാണ് ഈ കാണുന്നത്. നല്ല രീതിയില് ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഷോപ്പാണ്. കർവ് കിട്ടാ. ഇതിന്റെ പേരാണ് എസ് കർവ്. ഇതാണ് എസ് കർവ് ഗൈസ്. വണ്ടിയൊക്കെ ബോണറ്റ് ഒപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് കാടും മലയൊക്കെ താണ്ടി ഓഫ് റോഡൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ ഇതാ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. ഞങ്ങൾ ഉള്ളിൽ കാരണം വന്ന വഴി ഇതാ ഇത് ഈ മലയുടെ മുകളിൽ കൂടെ ഒക്കെയാണ് ഞങ്ങൾ വന്നത്. അങ്ങനത്തെ ഒരു വഴി ആയിരുന്നു. യെസ്. എനിക്ക് ഞങ്ങൾക്ക് ഏലക്കത്തോട്ടത്തിൽ കൂടെ വന്നതാ. ഏലക്ക നല്ല ഏലക്ക ഉണ്ടായിട്ടുണ്ട്. നല്ല ഫ്രഷ് ഏലക്ക ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ പറിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇത് ഞങ്ങളെ 602 ഞങ്ങളുടെ റൂമും 601 അവരുടെ റൂമും. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോണം. ഞങ്ങളിങ്ങനെ ഈ പാസേജിൽ കൂടെ അങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാണ്. ഭക്ഷണം കഴിക്കാൻ ഡിന്നർ കഴിക്കാൻ പോവാണ്. അയ്യോ ഇത് അതിന്റെ ഇടയിൽ അവിടെ ഒരു തേയിലത്തോട്ടൊക്കെ ഉണ്ട്. ചെറിയ തേയിലത്തോട്ടങ്ങൾ, മിനി തേയിലത്തോട്ടം. ഇതാ ചാടാളായിക്കോ. ചാടി നമുക്ക് പോയിട്ട് ഇത് ചാടി കളിക്കാനുള്ള മറ്റേ സാധനം ഉണ്ട്. എന്റെ പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഊഞ്ഞാലൊക്കെ ഇട്ട് നല്ല ഏലത്തോട്ടൊക്കെ ഉണ്ട്. ഏലം പറിക്കാൻ പോലെ നായ ഓടിച്ച് വരും. ഇതൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്, സിംഗിൾ ഊഞ്ഞാല്. ഇരുട്ടായ കാരണം ഒന്നും കാണാൻ പറ്റാത്തതാണ്. ചെറിയ ഊഞ്ഞാലുണ്ട്. അപ്പൊ ഞാനും അയക്കും കൂട്ടരും പക്ഷെ ഊഞ്ഞാലിന്റെ വെള്ള. ഇതാണ് റിസോർട്ടിന്റെ റിസപ്ഷൻ. അപ്പൊ നമ്മളിങ്ങനെ റിസപ്ഷന് നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ്, ഇത് റൈറ്റ് സൈഡ് റിസപ്ഷനും നേരെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഡൈനിങ് ഹാളും. നല്ലൊരു
സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡും ബഫയാണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് ഇപ്പൊ സെക്കൻഡ് ഡേയുടെ മോർണിംഗ് ആണ്. അപ്പൊ ഞങ്ങക്ക് വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ കാണുന്നത് നല്ലൊരു ഇൻഫിനിറ്റി പൂളും അതുപോലെ നല്ല അടിപൊളി ഒരു മല ഉള്ള നല്ല നല്ല അടിപൊളി വ്യൂ ആണ് കാണുന്നത്. ഇപ്പോ നല്ല മോർണിംഗ് ആയ നല്ല അടിപൊളി ഒരു വൈബാണിത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയുള്ള വ്യൂ. കാർ പാർക്കിംഗ് സ്പേസ് ആണ്. അപ്പോൾ ഇതാണ് കോട്ടേജസ് വരുന്നുണ്ട്. അത് നമുക്ക് പൂളിലേക്ക് പോവാം. അങ്ങനെ ഞാനും വിഷ്ണു കൂടിയിട്ട് അങ്ങനെ രാവിലെ തന്നെ പൂളിലൊക്കെ ഇറങ്ങുന്നു. ഉഷാറായിട്ട് നീന്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോ വിമ്മിയും ഐബനായിട്ട് മോടി ചെല്ലാത്തണ്ട് വിമ്മിനെ ഇറങ്ങിയിട്ടില്ല. സുബി ഇറങ്ങിയില്ല. സുബിയൊക്കെ ഇന്നലെ വിഷ്ണു കൂടി ഇറങ്ങിയിരുന്നു. അപ്പൊ ഇന്ന് ഇറങ്ങിയില്ല. അപ്പൊ ഞാനും വിഷ്ണു കൂടിയപ്പോ അങ്ങനെ ഒരു ഉഷാറായിട്ടുള്ള നീന്തി കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല അടിപൊളി ഇൻഫിനിറ്റി പൂളിൽ ആദ്യമായിട്ടാണ് കുളിക്കണതോ. അങ്ങനെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാം. രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി. അപ്പൊ അങ്ങനെ രാത്രി കണ്ട സെയിം വഴി കൂടെ തന്നെയാണ് പോണത്. ആ ഒരു പാസേജ് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഇന്ന് രാത്രി കാണാൻ പറ്റുന്നതാണ് ഇന്ന് രാവിലെ കാണിച്ചത്. ഇപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ടത് പോലെ ഈ കുട്ടികളൊക്കെ ചാടി കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണത്. പിന്നെ ഇപ്പൊ പൊക്കോണ്ടിരിക്കാൻ റൈറ്റ് സൈഡിൽ നല്ല ചായത്തോട്ടം കാണാൻ കഴിയും. പിന്നെ വിമിയും സുബി മുന്നേ നടക്കുന്നുണ്ട്, വിഷ്ണു നടക്കുന്നുണ്ട്. ഇത് ഇന്നലത്തെ ഊഞ്ഞാലാണിത്. കാണിച്ചെന്ന് ഇരട്ടായൊന്നും കണ്ടിട്ടില്ല, അതാണ് ഒന്നും കാണിച്ചാൽ വിചാരിച്ചിട്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്നതാണ് ഏലത്തോട്ടം. ഏല നല്ല പൂത്ത് നിൽക്കുന്നുണ്ട് കായായിട്ട്. അപ്പൊ ഇതിന്റെ നമ്മുടെ നാട്ടിൽ ഇത് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു കാഴ്ചയാണ്. എത്ര ഇവിടെ മുതലായി കിടക്കണമെന്നറിയാം. അപ്പൊ അതാ ഞങ്ങള് റൂം വെക്കേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. എന്താ എല്ലാതും എടുത്ത് വണ്ടി കയറ്റി അയക്കും നല്ല ഉറക്കത്തിലാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. നല്ല സൂപ്പർ റൂമാണ്, കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജ് കാര്യങ്ങള് എല്ലാം ഉണ്ട്. ഞാൻ പറയുള്ളത് ഒന്നും പ്രത്യേകിച്ച് പറയുന്നത്. പിന്നെ ഇതാണ് ഒരു പ്രത്യേകത ഞങ്ങളുടെ റൂമിന്റെ. രണ്ട് റൂമിന് കൂടിയിട്ട് ഇങ്ങനെ ഒരു സെൻട്രലിൽ പാർട്ടീഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇപ്പൊ അവരുടെ റൂമിലേക്ക് പോകാനും കറങ്ങി പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇതാണ് ബാത്റൂമും കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഗ്ലാസ്സുമായി ഒരു പാർട്ടീഷനുമായി അപ്പുറത്തെ റൂമിലേക്ക് രണ്ട് ഫാമിലി വരികച്ചെങ്കിൽ ഈ വഴി കൂടെ നേരെ ക്ലോസ് ചെയ്ത് അപ്പുറം പോയി കഴിഞ്ഞാൽ സെയിം ഡിസൈനിലാണ് അവർ റൂമുള്ളത്. അവർക്ക് മറ്റേ സ്വിമ്മിംഗ് പൂളിന്റെ വ്യൂ ഇല്ലെന്നുള്ളൂ, പക്ഷെ നല്ല വ്യൂ തന്നെയാണ് ഇവിടുന്ന്. അപ്പൊ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ആദ്യം പോകുന്നത് തൊട്ടടുത്തുള്ള ഒരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് ഫിഷ് പോണ്ടുമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഞങ്ങളവിടെ എത്തി വണ്ടിയിലൊന്ന് പാർക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ പോവാണ്. ഇങ്ങനൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര്. ഫുള്ള് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് തോന്നുന്നു പാറ വെട്ടിയിട്ട് ആ സ്ഥലത്ത് ഇവര് ഒരു കുളം ഉണ്ടാക്കിയത് അതൊരു ഫിഷ് പോണ്ട് ആക്കി. നല്ല പരിപാടിയാണിത്. അവിടേക്കുള്ള എൻട്രി പാസ് ആണ് 50 റംസാണ് 50 രൂപയാണ് ഒരു ആൾക്കുള്ള പേഴ്സ്. ഞങ്ങൾക്ക് 200 രൂപയാണ് സൈ. അപ്പോ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. 50 രൂപയ്ക്കാണ് ഇതെന്താ പറയാ, അരയന്നോ അയക്കും അരയനുണ്ട്. മൊയിലാണിത്. കിനിപ്പന്നിയുടെ കിനിപ്പന്നിയാണ്. അതെയാ, കിനിപ്പന്നി മൊയല് രണ്ടുകൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെന്തൊക്കെ ഉണ്ട്? താറാവുണ്ട് അപ്പുറത്ത്. ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു കുറച്ച് വിൽക്കാൻ വെച്ചാന്ന് തോന്നുന്നു, അറിയില്ല, ആരും കാണാനില്ലാത്തോണ്ട് വിൽക്കാൻ വെച്ചതിനാന്ന് വിചാരിക്കാം. ബോൺസായി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
ബോൺസായി മരം, ഇവിടെ ഒരു ബോൺസായി മരമൊക്കെ ഉണ്ട്. ഫിഷ് ടാങ്ക് ഉണ്ട്, നല്ലൊരു കുളം. ഈ ടാങ്കിൽ എന്തെങ്കിലും ഉണ്ടാ നോക്കാം. ഇത് വെറും കാലി ടാങ്ക് മാത്രമുള്ള കേസ്, ഇതിലും ഒന്നുമില്ല. ടാങ്ക് നോക്കാണ്. യെസ്, ഡേഞ്ചറസ് അരാപ്പായ്മാണ്. 1, 2, 3 എണ്ണം. 3 അരാപ്പായ്മുണ്ട് ഇതില്. 3 അരാപ്പായ്മുണ്ട്. ഇതിലെന്തല്ല ഇത് ചെമ്പല്ലി, CRP അല്ലെങ്കിൽ കരിമീന്. ഇതിന്റെ പേരറിയുന്നവർ കമന്റ് ചെയ്യുക. അല്ല, ഇതിന്റെ പേരറിയുന്നവർ കമന്റ് ചെയ്യുക. 3-4 പേര് ഞാൻ പറഞ്ഞു. ഇതിൽ എന്താ മീന് ഞങ്ങക്ക് മനസ്സിലാവുന്നില്ല, വെള്ളത്തിന്റെ ഗുണം കാരണം. 3-4 പേരിട്ടുണ്ട്, അറിയുന്നവർ പറയട്ടെ. ഇതിനും ചെറിയ ചെറിയ എന്താ മീനുണ്ട്, കോളുണ്ട്, പിന്നെ കവളായിട്ടുള്ള മറ്റേ ഇതിന്റെ ഇതിനെന്താ പറയടാ, ഇതിനെന്താ പറയാ, ഇതിന് ബോട്ടിങ് ഉണ്ട്. ഇതിന്റെ ഗൈസ്, ഞങ്ങള് പെട്രോൾ അടിക്കാൻ പോവാണ് വാഗമണിലൂടെ. അത് കൊടുങ്കാടിലൂടെ. അത് ഗൂഗിൾ പറഞ്ഞ വഴി കൂടെ ഞങ്ങൾ പോണത്. പക്ഷെ വീടുകളൊക്കെ കാണാണ്ട് ഈ വഴി കൂടെ പെട്രോൾ കിട്ടുമെന്ന് മാത്രമാണ് നമുക്ക് അറിയാണ്ടുള്ളൂ. ഏതാ റൂട്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതാണ് ഈ റോഡിന്റെ ഗുണം. അങ്ങനെ ഞങ്ങൾ അടുത്തായി പോകുന്നത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അപ്പോ ഇതാണ് എന്റെ മെയിൻ മോഡ് വരുന്നത്, അഡ്വഞ്ചർ പാർക്കിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പൊ ഞങ്ങൾക്കൊരു ചെറിയ ഡൗട്ട് വന്നിരുന്നത് തിരിച്ചു പോകുന്നുണ്ട്. ഓപ്പൺ അല്ലേ അങ്ങനെ ഡൗട്ട്. കാരണം ഞങ്ങൾ അടുത്ത ചേച്ചിയോടൊക്കെ ചോദിച്ചോടുള്ള ചേച്ചിയോടൊക്കെ ചോദിച്ചു. അപ്പൊ അവിടെ നേരെ പോയാൽ മതി പറഞ്ഞ അങ്ങനെ ഞങ്ങള് നേരെയുള്ള യാത്രയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള ഫസ്റ്റ് അഡ്വഞ്ചർ ആയിട്ടുള്ള ഇത്. വിഷ്ണുവിടെ പോയിട്ടുണ്ട് ചോദിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയാണുള്ളത്. പറയൂ ഗേസ്. അങ്ങനെ ഞങ്ങള് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതൊരു വ്യൂ പോയിന്റ് ആണ്. പക്ഷെ ഇതിന്റെ അവസ്ഥ വളരെ മോശമാണ്. അല്ലെങ്കിൽ ഫുള്ള് തുരുമ്പ് വന്നിട്ട് മെയിൻ്റനൻസും ചെയ്യാതെ ഉണ്ടാക്കിയിട്ട് അതേപോലെ കെടുക്കാൻ. ടു ബാഡ്. അവിടെ നിന്ന് പഠിക്കണ്ടാ തുരുമ്പ് അവിടെ തൊഴാൻ നടന്നോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതാണ് വ്യൂ പോയിന്റിലേക്കോ. അതുപോലത്തെ ഒന്നാണ് അവിടെയും കാണുന്നത്. ഈ ദൂരെ കാണുന്നത് ടവർ. ഇതിന്റെ അവസ്ഥയാണിത്. പിന്നെ മോളിൽ പോയിട്ടില്ല, വ്യൂ കാണാം. മുകളിലെത്തി. ആ അടിപൊളി. ആരും ഓടിച്ചു വെച്ചൊരു നെല്ലിക്ക. അടിപൊളി വ്യൂ പോയിന്റ് കിട്ടി നമുക്ക്. എന്റെ അമ്മോ, സൂപ്പർ വ്യൂ. അയ്യോ തൊണ്ട എന്റെ അമ്മോ, എന്ത് കാറ്റാ. അങ്ങനെ ഞങ്ങൾ ടവറിന്റെ മുകളിൽ നിന്ന് വ്യൂ എല്ലാം കണ്ടതിന് ശേഷം താഴത്തിറങ്ങി. അങ്ങനെ അത് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഒരു പാരാഗ്ലൈഡിങ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോ അവിടെ ഉള്ള ഒരു അടിപൊളി സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിൽ സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ഗെറ്റപ്പുള്ള സ്ഥലമാണ്. അപ്പോ അവിടത്തെ ഐഗുന് ഇപ്പൊ ഒന്ന് ഇറങ്ങി നടക്കണം എന്ന് തോന്നി. അങ്ങനെ ഐഗുനെ ഇറങ്ങി നടക്കാനുള്ള ശ്രമത്തില്ല. നല്ല കാറ്റിലെ കാരണം ഐഗു പിന്നിക്ക് പോവാണ്, നടക്കാൻ പറ്റാതെ. അങ്ങനെ ഇപ്പൊ ഈവനിങ് ഒരു 5:30 ആയിപ്പോ. അപ്പൊ ഞങ്ങൾ ഐഗുനൊക്കെ എടുത്ത് അങ്ങനെ തിരിച്ച് കാറിലേക്ക് പോവാൻ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ 2 ദിവസത്തെ വാഗമൺ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.